ദൈവമേ, ചായ ഒരു ദുരന്തമാവാതിരുന്നാൽ മതിയായിരുന്നു. എനിക്ക് പേയ്മെൻറ്റ് ചെയ്യണമെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിനകത്തുനിന്ന് വാട്ടർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുണ്ട്, അപ്പോൾ കൈയുടെ അവസ്ഥ ഉണ്ടോ, ഞാൻ ക്യാമറ പിടിക്കാനായിട്ട് കൈ പുറത്തായിരുന്നു, ഈ ഒരു കൈ. അപ്പോൾ അതുകൊണ്ട് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളെ നമ്മുടെ യൂട്യൂബിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് നമ്മുടെ UK ജീവിതം ഒന്ന് കാണിച്ചുകൊണ്ട് നമുക്ക് 1-ാം തീയതി പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് കണ്ടൻറ്റുകളൊന്നുമില്ല. നമ്മുടെ UK ഇന്ന് 2025 1-ാം തീയതി എന്താണ് അവസ്ഥ, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ജീവിതം എന്നുള്ളതൊക്കെ കണ്ടുകൊണ്ട് നമുക്കൊരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സമയം രാവിലെ 10 മണിയായിട്ടുണ്ട്. വൈഫിനൊന്ന് ഡ്യൂട്ടി ഉണ്ട്. വൈഫിനെ ഞാൻ രാവിലെ ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ ഏതാണ്ട് സമയം 10:15. ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് വന്നിട്ട് പിന്നെയും കയറി കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പോൾ രാവിലെ എണീച്ചിട്ട് നമുക്ക് ചായ കുടിച്ചുകൊണ്ട് തുടങ്ങാം. വിൻ്ററിന് സമയമായതുകൊണ്ട് തന്നെ ഇവിടെ നേരം വിളക്കുന്നത് ലേറ്റായിട്ട്, അതേപോലെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇരുട്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂടി പിടിച്ചൊരു കാലാവസ്ഥയാണ് എപ്പോഴും. ഇങ്ങനെ മൂടി കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ മഴയായിരിക്കും, അല്ലെങ്കിൽ പിന്നെ മഞ്ഞായിരിക്കും. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ഉറപ്പാണ്. വൈഫ് വർക്ക് ചെയ്യുന്നിടത്ത് നിന്ന് ഹോട്ട് ചോക്ലേറ്റിൻ്റെ പൗഡർ, ക്രിസ്മസ് ആയിട്ട് കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ അവിടുന്ന് ഹോട്ട് ചോക്ലേറ്റിൻ്റെ പൗഡറാണെന്നും പറഞ്ഞാണ് തന്നേക്കുന്നത്. നമുക്കിന്ന് ഇത് ഇട്ടിട്ട് വേണം ചായ തിളപ്പിച്ച് നോക്കാം. ദൈവമേ, ചായ ഒരു ദുരന്തമാവാതിരുന്നാൽ മതിയായിരുന്നു. എന്തായാലും നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. കളറിന് ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഗോതമ്പിൻ്റെ ഉപ്പുമാവ് എന്തെങ്കിലും അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നമ്മളുണ്ടാക്കിയ ഈ ഒരു ഹോട്ട് ചോക്ലേറ്റ് വായിൽ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു ഗൈസ്. ഇത് മിൻറ്റ് ഫ്ലേവറിലുള്ള ഒരു ഹോട്ട് ചോക്ലേറ്റ് ആയിരുന്നു. രാവിലെ എണീച്ച് വന്ന് ചൂടുള്ള പാലിൽ മിൻറ്റ് കലക്കി കുടിച്ചാൽ എങ്ങനെ ഉണ്ടാകും, അതായിരുന്നു അവസ്ഥ. ഒന്നിനും കൊള്ളില്ല. അപ്പോൾ നമ്മൾ വീടൊക്കെ പൂട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവധി ദിവസങ്ങളിൽ സാധാരണ ഞാൻ ഇവൻ്റെ പുറത്താണ് പോവാറ്. പക്ഷെ നമുക്കിന്ന് കാറും കൊണ്ട് പോയിട്ട് അവനെയും കൊണ്ടൊരാവശ്യമുണ്ട്. വീടിൻ്റെ ഉള്ളിൽ നിന്ന് കാണുമ്പോൾ അല്ല, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സിറ്റുവേഷൻ വേറെയാണ്. ശാന്തസുന്ദരമായിട്ട് കിടക്കുമെങ്കിലും തണുത്ത് മരവിക്കും കുറച്ച് നേരം പുറത്ത് നിന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും ഷൂവും ജാക്കറ്റും മസ്റ്റാണ്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ന്യൂ ഇയറിൻ്റെ ദിവസമാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പകർത്താമല്ലോ എന്ന് കരുതിയെടുത്തതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വണ്ടിക്ക് എയർ അടിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. സത്യത്തിൽ പണിക്കുന്ന സമയത്ത് അതിനുള്ള മൂഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ടിട്ട് ഇവിടുത്തെ ഓൾമോസ്റ്റ് കടകളും കാര്യങ്ങളൊക്കെ അവധിയാണ്. പിന്നെ എയർ നമുക്ക് സ്വന്തമായിട്ട് അടിക്കാവുന്നതായതുകൊണ്ടിട്ട് പോയി നോക്കാം എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് പോയി നോക്കാം. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇവിടെ വണ്ടി ഓടിക്കുന്നതിനും വണ്ടി എടുക്കുന്നതിനൊക്കെ ഓരോ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് വേണം ഇവിടെ വണ്ടി കൊണ്ട് ഇറങ്ങാനായിട്ട്. നമ്മുടെ നാട്ടിലിറങ്ങും പോലെ ഇറങ്ങാനായിട്ട് കുറച്ച് പാടാണ്. നമ്മുടെ അവിടുത്തെ കൂട്ട് സിഗ്നലും കാര്യങ്ങളൊക്കെ ഇവിടെ കുറവാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ റൗണ്ട് അബൌട്ട്സ് ആണുള്ളത്. അപ്പോൾ റൗണ്ട് അബൌട്ട്സിൻ്റെ നിയമം മസ്റ്റായിട്ട് നമ്മൾ അറിയണം. അതേപോലെ ലൈൻ കീപ്പ് ചെയ്യാനും നമ്മൾ മസ്റ്റായിട്ട് പഠിക്കണം. ഈ 2 കാര്യം മസ്റ്റായിട്ട് പഠിച്ചില്ലാന്നുണ്ടെങ്കിൽ വണ്ടി എവിടെയെങ്കിലും. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു അസ്ഡ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ നമുക്ക് എയറും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അടിക്കാം. എമൗണ്ട് നമ്മൾ പേ ചെയ്യണം. ഇവിടെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു നാട്ടിൽ 50 രൂപയോളം രൂപ വരും നമുക്കൊരു എയർ അടിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് പോയി നോക്കാം അത് ക്ലോസ്ഡ് ആണോ അത് വർക്കിംഗ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞ റൗണ്ട് അബൌട്ട്. നമുക്കിപ്പോൾ റൈറ്റിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിട്ട് റൗണ്ട് അബൌട്ടിലിട്ട് കയറുക എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള നിയമം. ഇത് ഞാൻ പറഞ്ഞ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു വീഡിയോ തന്നെ വേണ്ടി വരും അത് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമ്മൾ ഇന്നൊരു ചെറിയൊരു കറക്കം കൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ നടത്താം. അപ്പോൾ നമ്മൾ എയർ ഫില്ല് ചെയ്തു. ഇതാണ് എയർ ഫില്ല് ചെയ്ത മെഷീൻ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്ക്രീൻ വാഷ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് നമുക്കൊരു സോപ്പ് പൗഡർ പോലത്തെ ഒരു വെള്ളം വരും. സോപ്പ് വെള്ളമാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ വെള്ളം വരും. അത് നമുക്ക് യൂസ് ചെയ്ത് ഫ്രീ ആണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് പേയ്മെൻറ്റ് ചെയ്യണമെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിനകത്തുനിന്ന് വാട്ടർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും പേയ്മെൻറ്റ് ചെയ്ത് എയർ അടിച്ചു. അപ്പോൾ ഞാൻ കരുതി അതിൻ്റെ ബാലൻസും കൊണ്ട് നമ്മുടെ വൈപ്പർ ടാങ്കും കൂടി ഫില്ല് ചെയ്തേക്കാമെന്ന് കരുതി ഞാൻ ഫില്ല് ചെയ്തു. സംഭവം ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇതിനകത്ത് നമ്മുടെ എമൗണ്ട് കാണിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് കോയിൻ ഇടുകയോ കാർഡ് വലിക്കുകയോ അല്ലെങ്കിൽ വൈഫൈ വെച്ച് പേയ്മെൻറ്റ് ചെയ്യുക. നമുക്ക് എത്ര എയർ വേണോ അത് ചെയ്യുക. നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ തന്നെ ഇതങ്ങോട്ട് വലിക്കുക, കൊണ്ടുപോയി അടിക്കുക, തിരിച്ചതിൻ്റെ ഉള്ളിലേക്ക് തനിയെ കയറിപ്പോക്കോളും. അതേപോലെ തന്നെയാണ് ഇവിടെ.
സെയിം മെഷീൻസ് തന്നെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. എയർ, വാക്യൂം, അതേപോലെ തന്നെ വാഷ് ചെയ്യണമെങ്കിൽ അതേപോലെ തന്നെയാണ്. അത് വാഷ് ചെയ്യുന്ന സംഭവമാണ്. പേയ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് അതിനകത്തുനിന്ന് കുറേ മെത്തേഡ്സ് ഉണ്ട്. അതിനകത്ത് മെത്തേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട് കാഴ്ച. ഓക്കെ, നമുക്കിതും 5 മിനിറ്റ്സിലേക്കാണ്. 3 പൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു 300 രൂപയുടെ അടുത്ത് കൊടുത്ത് കഴിഞ്ഞാൽ 5 മിനിറ്റ് സമയം നമുക്ക് തരും. ആ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വാഷ് ചെയ്ത് തീർക്കണം. അതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ 300 രൂപ കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൂടെ മേടിക്കണം. അപ്പോൾ ഇതിന് ഓരോ ഇതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു ബ്രഷ് ഉണ്ട്. ആ ബ്രഷിനകത്തുനിന്ന് ഷാമ്പു വരും. ആ ബ്രഷ് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോൾ വരുമ്പോൾ പ്രഷർ വാഷർ വരും. അതിനകത്തുനിന്ന് തന്നെ എനിക്ക് തോന്നുന്നു അതെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടയർ ആൻഡ് വീൽ ക്ലീനർ വരും, ഹോട്ട് ഷാമ്പു വരും, അതേപോലെ ബ്രഷിൻ്റെ കൂടുന്ന ഫോമും ബ്രഷും ഉണ്ട്, പിന്നെ വാക്സ് ക്ലോസ് എന്ന് പറഞ്ഞ സാധനം, പിന്നെ ഹൈ പ്രഷർ റിൻസ്. ഇത്രയും സംഭവങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ സ്വിച്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതിനകത്തുനിന്ന് മാറി മാറി സാധനങ്ങൾ കിട്ടും. 6 മിനിറ്റത്തേക്കാട്ടോ. 6 മിനിറ്റ് എഴുതിയിട്ടുണ്ട്. 3 പൗണ്ടിന് 6 മിനിറ്റത്തേക്ക് നമുക്കങ്ങനെ യൂസ് ചെയ്ത് വേണമെങ്കിൽ ഇവിടെ നിന്ന് കഴുകാം. ഞാൻ ഇവിടെ നിന്ന് കഴുകൽ കുറവാണ്. ഞാൻ വീട്ടിൽ തന്നെ ഒരു ബക്കറ്റും കപ്പും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെ കഴുകലാണ് പതിവ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ പമ്പുകളുണ്ട്, അല്ലെങ്കിൽ കാർ വാഷ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. കാർ വാഷ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നല്ല ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എമൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും നല്ലത് നമ്മൾ തന്നെ വാഷ് ചെയ്യലാണ്. നമ്മൾ മലയാളികൾക്കൊരു എന്താ പറയുക, നമ്മുടെ വണ്ടി നമ്മൾ തന്നെ വാഷ് ചെയ്യുമ്പോൾ ഒരു തൃപ്തി ഉണ്ടെന്ന് പറയില്ലേ, അതേപോലെ അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതാണ് ഇവിടുത്തെ എയർ അടിക്കണതും വാഷ് ചെയ്യണതിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഈ വണ്ടി റോഡിൽ നിന്നിട്ട് വാഷ് ചെയ്യരുത്, അങ്ങനെ ഒരു നിയമവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കാരണം വണ്ടിയുടെ ഗ്രീസും കാര്യങ്ങളൊക്കെ റോഡിലേക്ക് ഇറങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ആൾക്കാർ കേസ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിളിച്ച് നമ്മുടെ കൗൺസിലിനെ അറിയിച്ച് അത് പ്രത്യേക ഫൈനായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അതേപോലെ ഇതാണ് നമ്മുടെ ഇവിടുത്തെ എന്നല്ല, മീൻസ് അസ്ഡയുടെ പെട്രോൾ പമ്പ് ഇതാണ്. കാരണം കാർഡ് ഉപയോഗിച്ച് മാത്രമേ ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് കൗണ്ടറും കാര്യങ്ങളൊന്നുമില്ല. ചിലയിടത്ത് കൗണ്ടർ വരും, നമുക്ക് പോയി പെട്രോൾ അടിച്ചതിന് ശേഷം കൗണ്ടറിൽ പോയി പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ കാർഡ് ഓൺലി ആക്കിയേക്കാണ് ഈ പമ്പ്. നമ്മൾ തന്നെ കാശ് കൊടുക്കണം, നമ്മൾ തന്നെ പെട്രോൾ അടിക്കണം, നമ്മൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യണം, എല്ലാം നമ്മൾ തന്നെ. സംഭവം നല്ലൊരു കാര്യമാണ്. നമ്മുടെ നാടിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ളൂ. ഈ തണുപ്പത്ത്, ഈ കൊച്ചി പിടിച്ച തണുപ്പിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതേപോലെ ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. ഇന്ന് ഞാൻ പറയില്ല, ന്യൂ ഇയർ ആയതുകൊണ്ട് ക്ലോസ്ഡ് ആണ്. അതുകൊണ്ടിട്ട് പാർക്കിങ്ങിലൊന്നും ഒരു വണ്ടി പോലും ഇല്ല. അല്ലെങ്കിൽ ഇവിടെ വണ്ടി നമുക്ക് കുത്താനുള്ള സ്ഥലം കിട്ടാറില്ല. അതേപോലെ തന്നെ റോഡിലും ഇന്ന് വണ്ടി കുറവാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫ്യൂവൽ പ്രൈസ്. ഡീസലിന് 139 പെൻസും പെട്രോളിന് 134.7 പെൻസും. ഇവിടെ ഡീസലിനാട്ടോ വില കൂടുതൽ. വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസം. ഇനി നമ്മൾ പോണത് ഇവിടുത്തെ ഹൈ സ്ട്രീറ്റിലേക്കാണ്. ഹൈ സ്ട്രീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ താമസിക്കുന്നത് എൽഗിൻ എന്ന് പറയുന്ന ടൗണിലാണ്. അപ്പോൾ ടൗൺ സെൻറ്റർ എന്നൊക്കെ പറയും. ആ ടൗണിൻ്റെ സെൻറ്റർ, അഥവാ മെയിൻ അട്രാക്ഷൻസ് അല്ലെങ്കിൽ മെയിൻ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം. ന്യൂ ഇയർ ആയതുകൊണ്ടിട്ട് ഒരു മനുഷ്യനും മഞ്ചാക്കാടീനെ ഇവിടെ കാണാൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ വെറുതെ ഒന്ന് പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഹൈ സ്ട്രീറ്റിൻ്റെ ഒരു മൂലയ്ക്ക് എത്തിയിട്ടുണ്ട്. നമുക്കൊരു മൂലയ്ക്ക് നിന്ന് മറ്റേ മൂലയ്ക്കായിട്ട് നടക്കാം. ഞാനിങ്ങോട്ട് വരാനുള്ളൊരു കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഫോട്ടോസൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വരാൻ കാരണം. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി നമ്മുടെ ഒരു പ്രൈവറ്റ് കാർ പാർക്കാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ തന്നെ പാർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് നടക്കാം. സാധാരണ ദിവസങ്ങളിൽ ഇവിടെ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവിടെ തിരക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. അവിടെ ഒരു മനുഷ്യനില്ലെന്ന് എവിടെയെങ്കിലും. കടകളെല്ലാം ക്ലോസ്ഡ് ആണ് കേട്ടോ. അതുകൊണ്ടിട്ട് തന്നെയാണ്. പിന്നെ ഇന്നലെ ന്യൂ ഇയർ ആയതുകൊണ്ടിട്ട് എല്ലാവരും വെള്ളപ്പുറത്ത് നിന്നിപ്പോൾ ബോധമില്ലാതെ എല്ലാവരും വീട്ടിൽ കിടക്കുമായിരിക്കും. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഹൈ സ്ട്രീറ്റ്. കുഞ്ഞു കുഞ്ഞു കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട്, ഫോണിൻ്റെ കടകളും അതേപോലെ എന്താ പറയുക, അതായത് ഇപ്പോൾ ഓൺലൈൻ്റെ നമ്മുടെ സാധാരണ സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുന്ന കടയാണ്. അതേപോലെയുള്ള ബൂട്ട്സ്, ഒപ്റ്റിക്കലിൻ്റെ ഷോപ്പ്, അങ്ങനെ കുറേ കുരു എന്നുള്ള കടകളും നമ്മുടെ സ്റ്റാർബക്സ്, കോസ്റ്റ അങ്ങനെയുള്ള കടകളൊക്കെ കാണുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടിട്ടാണ് ഇവിടെ ഹൈ സ്ട്രീറ്റ് എന്ന് വിളിക്കുന്നത്. കാരണം എല്ലാവരും വീക്കെൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും. കാരണം പർച്ചേസിങ്ങും ഷോപ്പിങ്ങും ഫുഡും കാര്യങ്ങളും എല്ലാം. അതേപോലെ ഇവിടെ നടക്കുന്നതിനും വണ്ടി പാർക്ക് ചെയ്യുന്നതിനും എല്ലാത്തിനും ഓരോ നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഈ വണ്ടി പാർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഈ വൈറ്റ് ലൈൻ ഡോട്ടായിട്ട് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. ഇവിടെയും റെസ്ട്രിക്ഷൻ ഉണ്ട്. കണ്ടോ, മൺഡേ ടു സാറ്റർഡേ 8 മുതൽ 6 വരെ മാത്രം. അത് 30 മിനിറ്റ് മാത്രമാണ് നമുക്കിവിടെ പാർക്ക് ചെയ്യാവുള്ളൂ. 30 മിനിറ്റ് കഴിച്ചിട്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെയും കൊണ്ടുവന്ന് 30 മിനിറ്റും കൂടി ഇടാം. അങ്ങനെ ഒരു പരിപാടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു നിയമമുണ്ട് ഇവിടെ. പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ പാർക്ക് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ തന്നെ പാർക്ക് ചെയ്യണം. അപ്പുറം ഇപ്പുറമായിട്ട് പാർക്ക് ചെയ്യാൻ പാടില്ല. റോഡിൻ്റെ ഒരു സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാം മാക്സിമം. കണ്ട വണ്ടികളെ കിടക്കണാണ്ടില്ലേ, ഞാൻ ഇങ്ങോട്ടേക്ക് കയറി കാണിച്ചു തരാം. കണ്ടോ,
ഇതിപ്പോൾ ഡോട്ട് വരച്ചേക്കണ കാരണം എല്ലാവരും ഇപ്പുറ സൈഡ് ഇടുള്ളൂ. ഡോട്ട് വരയ്ക്കാത്ത സ്ഥലങ്ങളും ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു വണ്ടി ഈ സൈഡ് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാ വണ്ടികളും ഈ സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാം. അതേപോലെ നമ്മൾ റോട്ടിൽ കൂടെ നടക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഫുട്പാത്തിൽ കൂടെ തന്നെ നടക്കാൻ ശ്രമിക്കുക എന്നല്ല, ഇവിടെ എല്ലാവരും ഫുട്പാത്തിൽ കൂടെ നടക്കുകയുള്ളൂ. നമ്മൾ റോഡിലേക്ക് ഇറങ്ങാനേ പാടില്ല. റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വരിക്കണം നമ്മൾ കേൾക്കേണ്ടി വരും. പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ഈ ഡോട്ടായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തേക്കണേ. അവിടെ തന്നെ നമുക്ക് പേ ചെയ്ത് പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പും ഉണ്ട് ചില സ്ഥലങ്ങളിൽ. ഇവിടെ ഞാൻ വളരെ റെയറായിട്ട് കണ്ടുള്ളൂ. ഞാൻ താമസിക്കുന്നിടത്ത് സിറ്റീസിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ പേയ്മെൻറ്റ് ചെയ്തിട്ട് കുറച്ച് അധിക സമയം പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒത്തിരി സ്ഥലത്തുണ്ടാവും. അപ്പം നമ്മുടെ ഈ ഒരു സ്ഥലത്ത് തന്നെ 4-5 സ്ഥലത്തുണ്ടാവും നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് വണ്ടി ഇടാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് വണ്ടി ഇടാൻ സ്ഥലമില്ലാന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്നിടാം. മന്ത്ലി പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വണ്ടികൾ അവിടെ പാർക്ക് ചെയ്യാം. ഇതുണ്ട്. അപ്പോൾ കൈയുടെ അവസ്ഥ ഉണ്ടോ, ഞാൻ ക്യാമറ പിടിക്കാനായിട്ട് കൈ പുറത്തായിരുന്നു ഈ ഒരു കൈ. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു 5 മിനിറ്റ് കൈ പുറത്ത് വന്നപ്പോഴത്തേക്കും തണുത്ത് മരവിച്ച് ആകെ ചുമന്നേക്കണുണ്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ കൈയൊക്കെ ജാക്കറ്റിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പാൻറ്റിൻ്റെ ഉള്ളിലോ പോക്കറ്റിലോ എവിടെയെങ്കിലൊക്കെ കുത്തിക്കയറ്റിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഗ്ലൗസ് ധരിക്കുക. ഗ്ലൗസൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. കറങ്ങി നടന്നപ്പോൾ ഒരു കട തുറന്നേക്കുന്നത് കണ്ടു. അങ്ങനെ നമ്മൾ കയറി ഒരു തേങ്ങയും മേടിച്ചു. നമ്മുടെ നാട്ടിൽ 120 രൂപയാണ്. 120 രൂപ കൊടുത്ത് തേങ്ങയും മേടിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. കണ്ടോ അന്തരീക്ഷം കിടക്കുന്നുണ്ടോ, മൂടി സൂര്യനമ്മാവൻ എവിടെയൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ ഇങ്ങോട്ടേക്ക് മാത്രം എത്തിയിട്ടില്ല. ആ ഒരു കണ്ടീഷനാണ് ഇവിടുത്തെ കാലാവസ്ഥ. കണ്ടില്ലേ. അപ്പോൾ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ 1-2 ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റി. ഒത്തിരി ഫോട്ടോസൊന്നും കിട്ടിയില്ല. പിന്നെ തണുപ്പാണ്, രക്ഷയില്ലാത്ത തണുപ്പാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം വൈഫിനെ വിളിക്കാൻ പോകണം. അതിനായിട്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങുള്ളൂ. ചിലപ്പോൾ നമ്മൾ അവനൊന്ന് കഴുകിയിടാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമായിരിക്കും. അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് ഇറട്ടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തണുത്ത് മരിച്ചു. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ ബിന്ന് വെച്ചിട്ടുണ്ട്. ഓരോ ബിന്നിനും ഓരോ പർപ്പസാണ്. അപ്പോൾ അതനുസരിച്ച് വേണം ഇവിടെ. ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജനറൽ വേസ്റ്റ്, അതേപോലെ ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർഡ്ബോർഡ് പേപ്പറും കാര്യങ്ങളൊക്കെ. ഇതിനകത്തേക്ക് വരുമ്പോൾ പ്ലാസ്റ്റിക് ക്യാൻസും കാര്യങ്ങളൊക്കെയാണ് ഇടേണ്ടത്. കറക്റ്റായിട്ട് നമ്മൾ ബിന്ന് ഡിസ്പോസ് ചെയ്യാതെ അങ്ങോട്ടും മാറ്റിയിട്ടാലും ഫൈനും കാര്യങ്ങളൊക്കെ വന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതേപോലെ ചില്ലി ഗ്ലാസിനൊക്കെ സെപ്പറേറ്റ് വേറൊരു ഇതുണ്ട്. നമ്മൾ വരുന്ന ഡേറ്റ് നമുക്ക് ഓൺലൈനായിട്ട് അറിയാൻ പറ്റും. ഓൺലൈനായിട്ട് കയറി സെർച്ച് ചെയ്താൽ നമ്മുടെ വീട്ടിലേക്ക് എന്നാണ് ഈ ബിന്നൊക്കെ കണക്ട് ചെയ്യാനായിട്ട് വണ്ടി വരെയും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നമ്മളിതെടുത്ത് പുറത്തേക്ക് വെച്ചാൽ ആ ഒരു പോർഷനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് എടുത്തുകൊണ്ട് പോയി അവിടെ വെച്ചോളും. നമ്മൾ പിന്നെ തിരിച്ചുകൂടെ കൊണ്ട് വയ്ക്കാം. നമ്മുടെ ബിന്നും കാര്യങ്ങളൊക്കെ ഇടുക. ഇന്നിപ്പോൾ ചെറിയൊരു വെയിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ വെയിലൊക്കെ വെറുതെയാണ്, നല്ല തണുപ്പാണ്. അപ്പം നമ്മൾ പുറത്ത് പോയിട്ട് വന്നിട്ട് വീടിനകത്ത് ചെറിയൊരു ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് കൊണ്ട് കളഞ്ഞു. അപ്പോൾ ഇന്നത്തെ പരിപാടി കണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എടുത്ത ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ ലാപ്പിലേക്ക് ഇട്ട് കയറ്റി നോക്കുമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇന്നൊരു ഫിലിം കണ്ട് ഇന്നത്തെ പരിപാടി നമ്മൾ തീർക്കുകയാണ്. പരിപാടി തീർക്കാമെന്ന് വെച്ചാൽ സമയം തീരുന്നില്ല. ഏതായാലും ഇരുട്ടാവും. ഒരു 3 മണി വയ്ക്കുമ്പോഴത്തേക്ക് ഇരുട്ടാവും. ഇപ്പോൾ ഏതാണ്ട് ഇവിടെ 1:30 ആയിട്ടുണ്ട്. 3 മണി 3:30 ആകുമ്പോഴത്തേക്ക് ഇരുട്ടാവും. പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടും വലിയ കാര്യങ്ങളൊന്നുമില്ല. ന്യൂ ഇയർ ആയാലും പുറത്ത് വേറെ പരിപാടിയൊന്നുമില്ല. രാത്രി 9 മണിയാകുമ്പോൾ വൈഫിനെ പിക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ അതല്ലാതെ യാതൊരു പരിപാടിയില്ല. അപ്പോൾ ഈ ലാപ്പിലെ ഫോട്ടോയുടെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫിലിം ഇട്ട് കാണുക. അപ്പോഴത്തേക്ക് ഇരുട്ടാവും. പിന്നെ ചില്ലറ പരിപാടിയൊക്കെ ചെയ്ത് വീട്ടിലേക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് കണ്ടൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇന്നത്തെ ഒരു UK ലൈഫ് ഞാൻ കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ നമുക്ക് മാക്സിമം കിട്ടുന്നിടത്തോളം കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചേർക്കാൻ നോക്കാം. ഇതേപോലെ UK നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈലോ വ്ളോഗോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ബാക്കി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം. ബൈ.